ഇടുക്കിയിൽ നിന്നുള്ള ഒരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കോലാഹലമേട്ടിൽ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് പോവാം. ജെയിനസ് രാജു അവിടെ വിവരങ്ങളുമായി തുടരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. വിവിധയിടങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തന്നെ ഉണ്ട്. കോട്ടയത്ത് കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. വീട് നിന്ന ഭാഗത്ത് ഒന്നും കാണാനില്ലാത്ത സ്ഥിതിയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടെ തെരച്ചിൽ തുടരുകയാണ്. നമുക്ക് ജെയിനസ് രാജുവിലേക്ക് പോവാം. ജെയിൻ, പറയൂ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, ദാരുണമായിട്ടുള്ള ഒരു സംഭവം ആണ് ഉണ്ടായിരിക്കുന്നത്. ഇടുക്കിയിൽ ഈ കാലവർഷക്കെടുതിയിൽ ഇന്ന് മാത്രം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 2ആയി ഉയർന്നിരിക്കുന്നു. നേരത്തെ അടൂർ മലയിൽ സുമതി എന്ന വീട്ടമ്മ മണ്ണിടിഞ്ഞ് അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായി അവർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ കോലാഹലമേട്ടിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് കാണാതായ ആളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പ്രഭാകരൻ, 72 വയസ്സുള്ള പ്രഭാകരൻ എന്നയാളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം വൈക്കം സ്വദേശിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബന്ധുവായിട്ടുള്ള സ്ത്രീക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ വാഗമണിലെ കോലാഹലമേട്ടിലുള്ള വീട്ടിലെത്തിയത്. ഇദ്ദേഹത്തിന് കേൾവി കുറവുള്ള ഒരാളാണ്. അപ്പം മണ്ണിടിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചുയർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഇദ്ദേഹം കേട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിയുന്ന ശബ്ദവും ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 3-4 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിൽ ഇന്ന് മാത്രം മരണപ്പെട്ടവരുടെ സംഖ്യ 2ആയി ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഗതാഗത തടസ്സവും നേരിടുന്നു. കീരിത്തോടാണ് ഏറ്റവും ഒടുവിൽ ഗതാഗതം തടസ്സപ്പെട്ടതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചത്. തൊമ്മങ്കുത്തിൽ ഒരു വീടിന് മുകളിൽ കുടുങ്ങിയ വയോധിക അടക്കമുള്ളവരെ ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ രക്ഷപ്പെടുത്തി ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മോത്തി, ശരി. വിവിധ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മഴ നാശം വിതച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ജെയിൻ നൽകിയത്.